ഹലോ, നമസ്കാരം. ഇത് എൻ്റെ ഇവിടെ US വീട്ടിലെ ബാക്ക് യാർഡിലുള്ള വെജിറ്റബിൾ ഗാർഡനാണ്. ഈ അറ്റത്ത് നോട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതെൻ്റെ മത്തനാണ്. ഇതിൽ മത്തനൊക്കെ ഉണ്ടാവണുണ്ട്, പക്ഷേ എല്ലാം പോയി പോവുക. ചിലപ്പോൾ ആദ്യമൊക്കെയുള്ള മത്തൻ ഉണ്ടായിട്ട് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് മാത്രമേ മത്തൻ ഉണ്ടാവുമായിരിക്കും. ചെറിയ ചെറിയ മത്തനൊക്കെ ഉണ്ട്. ഇതാ ഒരു ചെറിയ മത്തൻ എനിക്ക് കിട്ടി, പക്ഷെ ഇതൊന്നും ഒക്കെ പോയി പോവാം. മേ ബി കുറച്ചുകൂടി ചെടി വലുതായാലേ ആവുമായിരിക്കും, കിട്ടുമായിരിക്കും, വലുതാവുമായിരിക്കും. ഇതെൻ്റെ സൂക്കിനി പ്ലാന്റ്സ്. നന്നായി കായ ഉണ്ടാവുന്ന ഒരു വെജിറ്റബിളാണ് സുക്കിനി. ഇഷ്ടംപോലെ ഉണ്ടാവും. ലാസ്റ്റ് ഇയർ ഓരോന്നിലും എനിക്ക് കുറേ സുക്കിനി ഉണ്ട്. ഇതിലും ഉണ്ടാവണുണ്ട്. പിന്നെ ഇതാണ് വഴുതിനിങ്ങ. ഇതിലും ചെറിയ വഴുതിനിങ്ങ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് നാടൻ പച്ചമുളക, പക്ഷെ വലുതാവുന്നില്ല. ഇതെൻ്റെ റെഡ് ക്യാപ്സിക്കം. ഇത് ബജി മുളകാണ്. ഇതാണ് നമ്മുടെ ചീര. ഇത് നാട്ടിൽ ചീര വിത്തിട്ടിട്ടുണ്ടായ റെഡ് ചീര. പിന്നെ ഇത് ഇവിടുന്ന് ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ടായ ചീര. ടേസ്റ്റൊക്കെ ഒരുമാതിരി ഓക്കെയാണ് ഇതാണെങ്കിലും, പക്ഷെ ചിലപ്പം കുറച്ച് മൂത്ത് പോയാൽ കഴിക്കും. അതാണ് ഈ ചീരയുടെ പ്രശ്നം. പിന്നെ ഇത് നമ്മുടെ കോട്ടപ്പയർ. ഇതൊക്കെ വലുതായി വന്ന് തുടങ്ങി. ഏകദേശം 1-2 ചെറിയ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എനിക്കിത് നന്നായിട്ടായി. പിന്നെ ഇതാണ് എൻ്റെ പാവക്ക, അല്ലെ കൈപ്പക്ക എന്ന് നമ്മൾ പറയാം. കൈപ്പക്ക ചെറിയൊരു കൈപ്പക്ക ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ബീൻസ്. ഇത് ബുഷ് ബീൻസാണ്. ഇതിങ്ങനെ കുറ്റിച്ചെടി പോലെ വരുന്ന ബീൻസാണ്, പടരില്ല. അപ്പോൾ ഇതിലും കുറേ ഫ്ലവറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി ബീൻസ് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് കുറേ ബീൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഫ്രീസൊക്കെ ചെയ്ത് കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പച്ചമുളക്. ഇത് രണ്ടും കാന്താരിയാണ്. നാട്ടിൽ പോയപ്പോൾ വിത്തടിച്ച് മാറ്റി കൊണ്ടുവന്നതാണ്. ഇത് കൊറിയാണ്ടർ. ഇതാണ് എൻ്റെ വെള്ളരിക്ക. ഇതും അത്യാവശ്യം വലുതായി വരുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ ഇപ്രാവശ്യം കുറച്ച് വളർച്ച കുറവാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഷെയ്ഡ് ഉണ്ട്, അതുകൊണ്ട് അധികം വളരുന്നില്ല. പിന്നെ ഇതാണ് എൻ്റെ കുമ്പളങ്ങ. ഇത് ഇത്തവണ ഞാൻ വിത്തൊക്കെ വാങ്ങിയിട്ട കുമ്പളങ്ങ എന്നുവെച്ചാൽ വൈറ്റ് പംകിൻ. അധികം വലുതായിട്ടില്ല. ഇതിലും ഷെയ്ഡ് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഇതെൻ്റെ തക്കാളി. ചെറിയ ചെറിയ തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. റോമ ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. 4 ചെടി എനിക്ക് ഇത്തവണ തക്കാളി ചെടിയുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷത്തെ തക്കാളി ഫ്രീസ് ചെയ്തിട്ട് എനിക്ക് കുറേ തക്കാളി ഉണ്ട് ഇനിയും എൻ്റെ ഫ്രീസറിൽ. അപ്പോൾ ഇനി ഒരു വർഷത്തേക്കും കൂടെ വേണ്ട തക്കാളി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇത്തവണ അധികം തക്കാളി പ്ലാന്റ്സ് നട്ടില്ല. ഞങ്ങൾ ആണ് എൻ്റെ വെണ്ടക്ക. ഇത്തവണ കുറേ വെണ്ടക്ക പ്ലാന്റ്സ് ഉണ്ട്. ചെറുങ്ങനൊക്കെ ഉണ്ടായി തുടങ്ങിയെന്ന് തോന്നുന്നു വെണ്ടക്ക, പക്ഷെ ഒന്നും അങ്ങോട്ട് വലുതായിട്ടില്ല. ചെറുങ്ങനെ വെണ്ടക്ക ഉണ്ടായി തുടങ്ങി. പൊട്ടിക്ക ഒക്കെ ഞാൻ ട്രെല്ലിസിൻ്റെ ഓരോ സൈഡിലായിട്ട് വെച്ചേക്കാം. പൊട്ടിക്ക ഒരു സൈഡിൽ, പാവക്ക വേറൊരു ട്രെല്ലിസിൽ, ഒരു പാവക്ക. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ചെടികളൊക്കെ പടർത്തുന്നത്.
ഈ പൊട്ടിക്കയിലും ഒന്നും ആയി തുടങ്ങിയിട്ടില്ല. ഫ്ലവർ ചെയ്തൊന്നും തുടങ്ങിയിട്ടില്ല, ഫ്ലവറൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. മേ ബി എനിക്ക് തോന്നുന്നു ഒരു വീക്ക് കൊണ്ട് കുറച്ചുകൂടിയൊക്കെ ചെറിയ ചെറിയ പൊട്ടിക്കൊക്കെ ഉണ്ടായി തുടങ്ങും തോന്നുന്നു. ഇതാണ് എൻ്റെ പടവലങ്ങ. പക്ഷേ ഇതൊരു ഡിസാസ്റ്റർ ആയിരുന്നു ഇത്തവണ. ഞാൻ ആദ്യമായിട്ടാണ് പടവലങ്ങ നടുന്നത് ഞങ്ങൾ. പക്ഷേ ആ പടവലങ്ങ ഒന്ന് വന്നു, അത് പോയി. ഞാനിത് സീഡ് ഓർഡർ ചെയ്ത് നട്ട പടവലങ്ങയാണ്. പക്ഷേ ഇതൊറ്റ തീരെ വലുതായിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ എനിക്ക് പടവലങ്ങ കിട്ടുന്ന പ്രതീക്ഷയില്ല. എന്നാലും നോക്കാം. ഇത് റെഡ് ഒനിയൻസാണ്. വീട്ടിൽ വാങ്ങിയ ഒനിയൻ മുളച്ച് വന്നപ്പോൾ ഞാനത് അതിൻ്റെ മുളച്ച ഒനിയൻ മാത്രം നടുവിന്ന് കട്ട് ചെയ്തിട്ട് നട്ടിട്ടുണ്ടായ ഒനിയനാണ്. അപ്പോൾ അത് എത്രത്തോളം വലുതാവുമെന്നൊന്നും അറിയില്ല, പക്ഷേ അതും നോക്കണം. പിന്നെ ഇത് ആസ്പരാഗസ് ആണ്. ഇത് പറയുന്നത് ഇതൊക്കെ വലുതായൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഈ വർഷവും അടുത്ത വർഷവും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ശേഷമുള്ള വർഷമേ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അറിയില്ല, നോക്കണം. പിന്നെ ഇതാണ് ഞങ്ങളുടെ കെയിൽ നന്നായി ഇത്തവണ. ഞാൻ ഓൾറെഡി 2-3 തവണ ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ബീട്രൂട്ടൊക്കെ അത്യാവശ്യം വലുതായി. ഞാനിന്ന് മിക്കവാറും ബീട്രൂട്ട് പറിക്കും. എല്ലാ ബീട്രൂട്ടും പറിക്കും. കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. ഇത് ക്യാബേജ്. ഇത് എഗെയിൻ വെള്ളരിക്കയാണ്. അവിടെ നിന്നൊരു വളർച്ച ശരിയില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റി നട്ട വെള്ളരിക്ക ഇത്. പിന്നെ ഇത് എഗെയിൻ ക്യാബേജ്. ഇതാണ് എൻ്റെ ആപ്പിൾ ട്രീ. ഇത് ഫ്യൂജി ആപ്പിൾസാണ്. 3 years ആയി ഏകദേശം ഈ മരം നമ്മൾ നട്ടിട്ട്. വീട് വാങ്ങിയിട്ട് നെക്സ്റ്റ് ഇയർ നട്ടതായത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇതിൽ ഇത്രയും കൂടുതൽ ആപ്പിൾ ഉണ്ടായി കാണുന്നത്. എന്തായാലും നോക്കണം. വലുതായി വരുന്നുണ്ട്. ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ, കുറച്ച് കാലം കൂടെ, ഒരു ഒക്ടോബറൊക്കെയാണ് ഇതിൻ്റെ സീസൺ. അപ്പോഴേക്കാണ് ഇതിൻ്റെ ആപ്പിൾ പ്ലക്കിംഗ് ടൈം. ആ സമയത്ത് ഒന്ന് നോക്കണം എന്താവും എന്നുള്ള കാര്യം പറിച്ചിട്ട്. ഇതാണ് എൻ്റെ മുന്തിരി. ഇതും ഏകദേശം 3 വർഷമായി ഞങ്ങൾ നട്ടിട്ട്. ലാസ്റ്റ് ഇയർ എനിക്കിതിൽ നിന്ന് അത്യാവശ്യം മുന്തിരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി വാങ്ങിയത് റെഡ് സീഡ്ലെസ് ഗ്രേപ്പായിരുന്നു. പക്ഷേ ഉണ്ടായി നോക്കുമ്പോൾ അത് സീഡഡായ ബ്ലാക്ക് ഗ്രേപ്പാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഇനി കുറച്ച് കാലം കഴിയുമ്പം എല്ലാവരും പറയുന്ന കാലം കഴിയുന്തോറും ഇനി സീഡ്ലെസ് ആയി മാറുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത്തവണയും ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഗ്രേപ്പ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഇതിനു വേണ്ടി ഒരു ട്രെല്ലിസൊക്കെ ബിൽഡ് ചെയ്ത് കോൺക്രീറ്റൊക്കെ ചെയ്ത് ഒരു മരത്തിൻ്റെ ട്രെല്ലിസൊക്കെ ആക്കി വെച്ചേക്കുക. കുറച്ചധികം നന്നായി ഇത്തവണ ഉണ്ടായിട്ടുണ്ട് ഗ്രേപ്സ്. ഇത്തവണയും ലാസ്റ്റ് ഇയർ ഞാൻ ഇതിൽ നിന്ന് ഗ്രേപ്പ് അച്ചാറും കുറച്ച് പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രേപ്പ് അച്ചാറും പിന്നെ കുറച്ച് ഗ്രേപ്പ് വൈനും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രേപ്പ് വൈനും ഗ്രേപ്പ് അച്ചാറൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കുറച്ച് പുളി ഉള്ളത് കൊണ്ട് അത് വളരെ നല്ലതായിരുന്നു. പക്ഷേ ഇത്തവണ നോക്കട്ടെ, ഇത്തവണ എന്താവും എന്നറിയില്ല. പക്ഷെ എന്തോ ഞങ്ങൾക്കിത് നല്ല ഒരു രസമാണ്. ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ നല്ലൊരു തണലും, ബാക്ക് യാർഡിൽ ഇതിൻ്റെ അടിയിലിരിക്കുമ്പോൾ ഒരു നല്ല തണലൊക്കെ. ഞാനിതിൻ്റെ ഇലയൊക്കെ പറിച്ച് ഞങ്ങളിതിൻ്റെ അടയൊക്കെ ആക്കാറുണ്ട് നാട്ടിൽ. ഇതിൻ്റെ ഇല എഡിബിളാണ്, കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിതിൽ അടയൊക്കെ ഇലയട പോലെയൊക്കെ ഗ്രേപ്പ് ലീവ്സിൽ ഇലയടയൊക്കെ ആക്കി അടയൊക്കെ ആക്കി കഴിക്കും. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ തണൽ കൊണ്ട് എൻ്റെ വെള്ളരിക്കൊന്നും അധികം വളരുന്നില്ല ഇത്തവണ. വെള്ളരിക്കൊക്കെ കുമ്പളങ്ങൾക്കൊക്കെ ഒന്നും വലിയൊരു വലുപ്പമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ എന്നാലും ഗ്രേപ്പ് നല്ല രീതിയിൽ വരുന്നുണ്ട്, നല്ല ഭംഗിയിൽ വളരുന്നുണ്ട്. ഞാനെൻ്റെ ബീട്രൂട്ട് ഇന്ന് പറിക്കാൻ പോവാം. കുറച്ച് കാലമായി ബീട്രൂട്ട്. ഇതെനിക്ക് തോന്നുന്നു ഇനി ഇത് വലുതാവില്ല. അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ ലീഫ് നല്ല രസമാണ്. ഉപ്പേരി വെച്ചാൽ മറ്റേ ചീര പോലെ ഭയങ്കര യമ്മി ആക്ച്വലി ബീട്രൂട്ട് ലീഫ്. നമ്മുടെ ചുവപ്പ് ചീര ൻ്റെ ഒരു ടേസ്റ്റാണ് ബീട്രൂട്ടിന്. അപ്പം ഞാൻ എൻ്റെ ബീട്രൂട്ട് കട്ട് ചെയ്യാൻ പോവാം, പറിച്ചെടുക്കാൻ പോവാം. വലിയ ബീട്രൂട്ട് അധികം വലുതായിട്ടില്ല,
പക്ഷെ ഞാൻ അധികം ബീട്രൂട്ട് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇലയാണ്, ബീട്രൂട്ടിൻ്റെ ചപ്പ് കൊണ്ടുള്ള ഉപ്പേരിയാണ് മെയിനായിട്ട് താല്പര്യം ഞങ്ങൾക്ക്. ഇത് അത്യാവശ്യം വലിയൊരു ബീട്രൂട്ടാണ്. വലിയൊരു ബീട്രൂട്ട്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ ബീട്രൂട്ടാന്ന് തോന്നുന്നു ഇത്തവണ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇത്തവണ എൻ്റെ ബീട്രൂട്ട് ഹാർവെസ്റ്റ് കഴിഞ്ഞു. ഒരുമാതിരി കുറേ ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ഭയങ്കര വലുതാണ്, ചിലതൊക്കെ ചെറുതാണ്. ഞാൻ പൊതുവേ ഞങ്ങൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കൂടെ ചിലപ്പോൾ ഉപ്പേരി വെക്കും. പിന്നെ എൻ്റെ പിള്ളേർക്ക് കുറച്ചൊക്കെ കുട്ടികൾക്ക് നമ്മൾ പിങ്ക് കറി എന്ന് പറഞ്ഞാൽ ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് ടൈം ഓണത്തിനൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് പിങ്ക് കറി ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഒന്ന് മേ ബി ഒരു ബീട്രൂട്ട് പച്ചടിയൊക്കെ വെച്ച് നോക്കണം. പിങ്ക് കറി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതേ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. കാര്യമായി എനിക്ക് അത്യാവശ്യം കുറേ ബീട്രൂട്ടും ബീട്രൂട്ട് ലീവ്സും കിട്ടിയിരിക്കുന്നു. അപ്പോൾ താങ്ക് യു.